Hi dear students, welcome to A Plus Physics. ഫിസിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ദറ്റ് ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് വാട്ട് ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നുള്ളത്. സോ അതിൻ്റെ ഒരു നമ്മൾ വെക്റ്റർ ഫോമിൽ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഹൗ വി വിൽ ഫൈൻഡ് ദ കോൺസ്റ്റൻറ്റ് വാല്യൂ ബൈ യൂസിങ് കാവൻഡിഷ് എക്സ്പെരിമെൻറ്റ്, അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ എന്താണ്, ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഭാഗത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, സോ വാട്ട് ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? നമ്മൾ പഠിച്ചതാണ് വാട്ട് ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. എന്തായിരുന്നു യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? യെസ്, എവറി ഒബ്ജെക്റ്റ് ഇൻ ദ യൂണിവേഴ്സ് ആർ അട്രാക്റ്റിംഗ് ടു ഈച്ച് അതർ, then the force of attraction is directly proportional to product of their mass and inversely proportional to square of the distance. അല്ലേ? അതായത് നമ്മൾ കൺസിഡർ ചെയ്യുക, രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ദിസ് ഈസ് ഫസ്റ്റ് ഒബ്ജെക്റ്റ് ആൻഡ് ദിസ് ഈസ് ദ സെക്കൻഡ് വൺ. ഓക്കെ, ഹാവിങ് മാസ് m1 ആൻഡ് m2. രണ്ട് മാസ്, രണ്ട് ഒബ്ജെക്റ്റ്, ആൻഡ് ദ separation from the center to the center is r. അതായത് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്, m1 m2. ഓക്കെ, അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഡിസ്റ്റൻസ്, ആൻഡ് ആ ഡിസ്റ്റൻസ് എടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് ഫ്രം ദ സെൻറ്റർ ടു ദ സെൻറ്റർ, ദറ്റ് ഈസ് r. അങ്ങനെയാണെങ്കിൽ അക്കോർഡിംഗ് ടു യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഫോഴ്സ് വിൽ ബി എക്സേർട്ടഡ്. അതായത് ഈ രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഈ ഒബ്ജക്റ്റ് എന്നല്ല, ഈ യൂണിവേഴ്സിലുള്ള എല്ലാ രണ്ട് ഒബ്ജക്റ്റുകൾക്കിടയിലും ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. സോ ആ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഫോഴ്സ് F, which is directly proportional to product of their mass, that is proportional to m1 into m2, product of their mass, and the same force is inversely proportional to square of the distance, that is 1 by r square. So universal law of gravitation states that every object in the universe are attracting to each other, and that force of attraction, which is directly proportional to product of their mass and which is inversely proportional to square of the distance. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുക, റൈറ്റ്? ഈ രണ്ട് ഫോഴ്സിനെയും കൂടി കമ്പൈൻ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? F is proportional to ന്യൂമറേറ്ററിൽ m1 m2 divided by r square. ഇനി അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ദിസ് ഈസ് എ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ്, ചേഞ്ച് ദാറ്റ് ഇൻ ടു ഇക്വേഷൻ. ഒരു ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുക. എങ്ങനെയായിരുന്നു നമ്മൾ ഫിസിക്സിൽ ഒരു പ്രൊപ്പോർഷണാലിറ്റി, ഒരു റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇക്വേഷനിലേക്ക് മാറ്റുക? ബൈ മൾട്ടിപ്ലൈയിങ് എ കോൺസ്റ്റന്റ്. സോ വി ക്യാൻ മൾട്ടിപ്ലൈ എ കോൺസ്റ്റന്റ്, ദാറ്റ് കോൺസ്റ്റന്റ് ഇസ് g. സോ F is equal to g into m1 m2 by r square. Okay, so this is what universal law of gravitation, and this is the equation of universal law of gravitation. Okay, and what is this constant is called? A constant നമ്മൾ എന്താ പേര് പറയാ? Universal or gravitational constant. Universal gravitational constant. And g is equal to 6.67 into 10 raised to minus 11 Newton meter square kilogram raised to minus 2. അതെങ്ങനെയാണ് കിട്ടിയത്? We can find what is g. G എന്താണ്? ഈ ഇക്വേഷൻ G എന്താണ്? G is equal to F ഇവിടെ ഉണ്ട്, R ഇങ്ങോട്ട് വരും. So F into R square divided by m1 m2. This is force Newton. This is R. That means in meter, so meter square. Two masses, kilogram raised to kilogram square. When it take into numerator, it will become kilogram raised to minus 2. So this is what universal law of gravitation. Okay, ഈ കോൺസ്റ്റന്റ് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് കാവൻഡിഷ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എങ്ങനെയാണ്, കാവൻഡിഷ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് എങ്ങനെയാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് കണ്ടെത്തിയത് എന്നുള്ളത് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ ഡിസ്കസ് ചെയ്യും. ഇപ്പം നമുക്ക്
കൂടുതലായിട്ട് എങ്ങനെയാണ് എന്തൊക്കെയാണ് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ദാറ്റ് മീൻസ് യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ അപ്പം ഈ യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എഫ് എന്താണെന്ന് നമ്മൾ കണ്ടു, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ഒബ്ജെക്ട് ബിറ്റ്വീൻ ദിസ് ടു ആൻഡ് that force is equal to G into m1 m2 by r square. ജിയുടെ വാല്യൂ 6.67 into 10 raised to minus 11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം raised to minus 2 ആണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി അടുത്തത് ഇതിങ്ങനെയാണെങ്കിൽ ബിക്കോസ് യു നോ ദിസ് ഇസ് ഫോഴ്സ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി, ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. സോ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ഇത് എഴുതിയത് എഫ് ഇസ് ഈക്വൽ ടു ജി m1 m2 by r സ്ക്വയർ എന്ന് എഴുതിയത് എന്താണ്? It is just a magnitude മാത്രമാണ്. ബട്ട് വി നോ ദാറ്റ് ഫോഴ്സ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് നമുക്കറിയാം. സോ ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ that means value we should represent the force in terms of vector. So next one is how to represent universal law of gravitation or the force exerted by the two objects in vector form. യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ നമുക്ക് എങ്ങനെ വെക്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതാം എന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഓക്കെ, സോ അതിന് നമ്മൾ സെയിം സെറ്റപ്പ് തന്നെ m1 m2 2 objects are there and r is the distance. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ നമ്മൾ ഫോഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ we have two forces. What are the two forces? First, m2 കൊണ്ട് m1 ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. That means the force attracted by m2 on m1. അതുപോലെ തന്നെ m2 എന്നതിലെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഡ്യൂ ടു m1. അപ്പോൾ നമുക്ക് ആദ്യം there are two forces. First one, the force acting on m1 due to m2. I will represent it as F12. Force is acting on m1, so 1 by 2, so F12. Similarly, we have another one. Direction നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. So this is the direction. Then second one, we have next force which is acting on m2 due to m1. That means F എവിടെയാണോ ആക്ട് ചെയ്യുന്നത് that is 2. എന്തുകൊണ്ടാണോ ആക്ട് ചെയ്യുന്നത് 1. So F21. Force acting on m2 due to m1. Okay, so രണ്ട് ഫോഴ്സ് ഇവിടെ ഉണ്ട്. ഇനി അടുത്തത്, ഇവിടെ രണ്ട് ഫോഴ്സ് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഫോഴ്സ് ഞാൻ പറഞ്ഞു F12 ആക്ടിങ് ഫ്രം m2 ഓൺ m1. അപ്പം ഞാൻ ഡിസ്റ്റൻസ് എടുക്കേണ്ടത് എവിടെ നിന്നാണ്? ഫ്രം m2 to m1. സോ ദാറ്റ് ഡിസ്റ്റൻസ് വിച്ച് ഇസ് കമ്മിങ് ഹിയർ ഇൻ ദിസ് ഡയറക്ഷൻ ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് r21. ഓക്കെ, ഇറ്റ്സ് എ യു വെക്റ്റർ. അതുപോലെ തന്നെ the force acting on m2 due to m1, so that force is like this. That means distance നമ്മുടെ ഡയറക്ഷൻ ഉണ്ടാവുക ഓപ്പോസിറ്റ് ആണ്. so that is r12, വെക്റ്റർ r12. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഫോഴ്സ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണെന്ന് നമുക്കറിയാം. ഇവിടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫോഴ്സ് രണ്ട് ടൈപ്പ് ഫോഴ്സ് അവിടെ ഉണ്ടാവും. ഒന്നാമത്തെ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫോഴ്സ് ആക്ടിങ് ഓൺ m1 ഡ്യൂ ടു m2, ദറ്റ് ഈസ് F12. അവിടെ നമ്മൾ വെക്റ്റർ ഡയറക്ഷൻ പറയാൻ വേണ്ടിയിട്ട് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുമ്പോൾ എവിടെ നിന്ന് എങ്ങോട്ടാണ്, ഏതുകൊണ്ടാണോ നമുക്ക് ഫോഴ്സ് ഉണ്ടാവുന്നത് അവിടെ നിന്നും എവിടേക്കാണോ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ദറ്റ് ഈസ് r21. സിമിലർലി രണ്ടാമത്തെ ഫോഴ്സ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ F21 ആണെങ്കിൽ ഇറ്റ് ഈസ് ആക്ടിങ് ഓൺ m2 ഡ്യൂ ടു m1 കാരണം m2ൽ ഉണ്ടാവുന്നതാണ്. സോ ഡയറക്ഷൻ ഈസ് ഫ്രം m1 to m2, ദറ്റ് ഈസ് r12. ഓക്കെ, ഇനി നമുക്ക് ഈ ഫോഴ്സ് ഒന്ന് മീൻസ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നോക്കാം. സോ വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദ ഇക്വേഷൻ ഫോർ ഫോഴ്സ് ദറ്റ് ഈസ് F ഇസ് ഈക്വൽ ടു G ഇൻറ്റു m1, right, small letter m1 m2 divided by r square. This is just a magnitude. ഇനി നമ്മളിവിടെ എന്തൊക്കെയാ ചേഞ്ച് ചെയ്യാന്നുള്ളത് നോക്കാം. This will become first force which is acting on m2 due to m1, that is F21. എന്താ നോക്കാം. F21 G is a constant. ഞാൻ പറഞ്ഞു 6.673 into 10 raised to minus 11 is a constant, so there is no direction. Second, m1 is mass of the object, there is no direction. m2 is the mass of the second object, no direction. പിന്നെ നമുക്ക് ഡയറക്ഷൻ വരുന്നത് എന്ത് മാത്രമാണ്, ഡിസ്റ്റൻസ് r square. So അത് ഇവിടെ എന്താ വരിക, if it is vector
vector F21, the distance is R12. കാരണം എന്താണ്? F21 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് ഓൺ M2 ഡ്യൂ ടു M1. അപ്പം ഇവിടെ നിന്ന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. സോ അതുകൊണ്ട് വെക്ടർ R21. ഇനി ഇവിടെ ഞാൻ വെക്ടർ എഴുതാൻ പറ്റൂല. സെക്കൻഡ് പോയിന്റ്, അതായത് നമ്മൾ ഒരു വെക്ടറെ കൊണ്ട് ഒന്നിനെയും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക ഡയറക്ഷൻ? ബൈ കൺസിഡറിങ് എ യൂണിറ്റ് വെക്ടർ. നിങ്ങൾ മുമ്പുള്ള ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് വാട്ട് ഈസ് യൂണിറ്റ് വെക്ടർ, വാട്ട് ഈസ് നൾ വെക്ടർ എന്നൊക്കെ. യൂണിറ്റ് വെക്ടർ എന്തായിരുന്നു? മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടർ. അപ്പം ഞാനിവിടെ ഒരു യൂണിറ്റ് വെക്ടറും കൂടെ അടയാളപ്പെടുത്തും. സോ ദാറ്റ് ഈസ് വെക്ടർ, യൂണിറ്റ് വെക്ടർ R12. Okay, this is the how we will represent what force by using vector. വെക്ടർ ഉപയോഗിച്ച് നമ്മൾ ഫോഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാതെ ഇങ്ങനെയാണ്. F21 is equal to gm1 m2 by r1 square, യൂണിറ്റ് വെക്ടർ r1. This is only the direction, this is the magnitude. Okay, similarly what is the force acting on the second one? That is F12 നമുക്ക് എങ്ങനെയാണ്? ഇതുപോലെ ആണെങ്കിൽ എങ്ങനെ എഴുതാം? G കോൺസ്റ്റൻ്റ് ആണ്, നോ പ്രോബ്ലം. ദെൻ M1 കോൺസ്റ്റൻ്റ് ആണ്, M2 അതും കോൺസ്റ്റൻ്റ് ആണ്. ദ ഡിസ്റ്റൻസ് വെൻ ഇറ്റ്സ് കംസ് F12 വരികയാണെങ്കിൽ, F12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോഴ്സ് ആക്ടിങ് ഓൺ M1 ഡ്യൂ ടു M2, ദറ്റ് ഈസ് F12. അങ്ങനെ ആകുമ്പോൾ ഡിസ്റ്റൻസ് ഇവിടുന്ന് അങ്ങോട്ട്, ദാറ്റ് മീൻസ് R21. ദെൻ ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്, ഡയറക്ഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇറ്റ്സ് യൂണിറ്റ് വെക്ടർ R21. ഓക്കെ, സോ ദിസ് ഈസ് വാട്ട് F12 ആൻഡ് F21. Two symbols. And one more point here is that നമ്മൾ പഠിച്ചിട്ടുണ്ട് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ all the objects are attracting to each other. അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ വെക്റ്റർ ഫോമിലേക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത് മൈനസ് എന്ന് പറയുന്നൊരു സിമ്പിൾ ആഡ് ചെയ്യും ഇവിടെ. So why this minus is indicating or representing? This minus is representing the force which is attractive. Okay, so the force which is attractive, that means it is attracting to each other. ഈ ഫോഴ്സ് കൊണ്ട് ഒബ്ജക്റ്റ് അട്രാക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു ഫോഴ്സ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴും ഇറ്റ് ഷുഡ് ബി എ മൈനസ് സൈൻ. സോ വെക്റ്റർ ഫോമിൽ പറയുകയാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒന്ന്, നമ്മൾ ഡിസ്റ്റൻസ് പറയുമ്പോൾ ദിസ് ഇസ് സ്ക്വയർ, ഡിസ്റ്റൻസ് പറയുന്ന സമയത്ത് അതിൻ്റെ യൂണിറ്റ് വെക്ടർ മെൻഷൻ ചെയ്യണം. സെക്കൻഡ് വൺ, വി ഷുഡ് put a sign that is negative or minus sign. It represent what? The force is attractive. Okay, അപ്പം ഇതാണ് മാഗ്നിറ്റ്യൂഡ്, ഇതാണ് വെക്റ്റർ ഫോം. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് ഓൺലി ടു പാർട്ടിക്കിൾ സിസ്റ്റം ആണ്. 2 പാർട്ടിക്കിൾ മാത്രമാണെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞത് നടക്കുക. ഇനി രണ്ടിൽ കൂടുതൽ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ദെൻ ഹൗ വി വിൽ റെപ്രസെൻറ്റ് അവർ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? എങ്ങനെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ റെപ്രസെൻറ്റ് ചെയ്യാം? സോ ഇമാജിൻ ഇൻസ്റ്റെഡ് ഓഫ് 2 objects we have 4 objects or 5 objects. Imagine that we have one object here, I'll call it as M1. ഓക്കെ, ഈ M1ന് ചുറ്റുമായിട്ട് ഒരുപാട് മീൻസ് വേറെ കുറേ മാസ് ഉണ്ടെന്ന് വിചാരിക്കുക. ദിസ് ഇസ് M2, ദിസ് ഇസ് M3, ദിസ് വൺ ഇസ് M4, ദിസ് ഇസ് M5. We have 4 other masses. അങ്ങനെയാണെങ്കിൽ what is the gravitational force on this object? ഈ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ദ റിസൾട്ടൻ്റ് ഓഫ് ദിസ് 3. ഈ 3ഉം ഈ ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്നതിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ്. അതായത് സപ്പോസ് ദിസ് ഡിസ്റ്റൻസ് ഇസ് R, when it is force by this one to this, that is R41, and this one is R21 vector, this is R31, and this vector is R51. അതായത് വെക്ടർ ഞാൻ പറഞ്ഞു ഫോഴ്സ് ആക്ടിങ് ഓൺ M1 ഡ്യൂ ടു M2. അതുകൊണ്ട് നമ്മളിത് ഇങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? റേഡിയസ് മീൻസ് ദറ്റ് distance will represent like this. അങ്ങനെയാണെങ്കിൽ what will be the total net force? ഇതിൻ്റെ നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? അത് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു റൂൾ ഉള്ളത്. that rule is called
superposition. Law of superposition. Superposition എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, what is the net force acting on an object is equal to the sum of individual forces. എങ്ങനെയാണ്? The force acting on a single object due to n number of particles is equal to sum of, that means adding sum of the individual force exerted on that particular object. ഈ ഒബ്ജക്റ്റിലേക്ക് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മീൻസ് മാസസും ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ സമ്മിന് പറയുന്ന പേരാണ് എന്ത്? നെറ്റ് ഫോഴ്സ്. അല്ലെങ്കിൽ സമ്മ് ചെയ്താൽ അത് കിട്ടുന്നതാണ് നെറ്റ് ഫോഴ്സ്. അപ്പോൾ ഇവിടെ നമ്മളെ ഫോഴ്സ് എന്തായിരിക്കും? വാട്ട് ഈസ് അവർ നെറ്റ് ഫോഴ്സ്? എഫ്. നെറ്റ് ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു വെക്ടർ എഫ് ഇസ് ഈക്വൽ ടു F14 പ്ലസ് F14 എന്ന് പറഞ്ഞാൽ എന്താ? ദ ഫോഴ്സ് ആക്ടിങ് ഓൺ M1 ഡ്യൂ ടു M4 പ്ലസ് F12 plus next one F13 vector F13 plus F15. അതായത് 4 വെക്ടേഴ്സ്, 4 വെക്ടറുകളുണ്ട്, 4 ഫോഴ്സസ് ഉണ്ട്. ആ 4 ഫോഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടൻറ്റ് ഫോഴ്സ് ആയിരിക്കും വാട്ട് ദ ഫോഴ്സ് വിച്ച് ഈസ് ആക്ടിങ് ഓൺ M1. സോ ദിസ് ഓൾ ആർ വെക്ടേഴ്സ്. സോ വെക്ടർ. ഇനി നമുക്ക് ഇത് ഓരോന്നും നമുക്ക് കാണാലോ. നേരത്തെ നമ്മൾ എഴുതിയ പോലെ തന്നെ ഇവിടെ എഴുതിയ പോലെ തന്നെ നമുക്ക് കിട്ടും. സോ വാട്ട് ഈസ് ദാറ്റ് വിച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് F14? F14 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? G ഇൻറ്റു M1 M2 by R14, right, into unit vector R14, because it is R14. When you take the distance, it should be 41, right? 41 R41 unit vector. അപ്പോൾ ആദ്യത്തേത് കഴിഞ്ഞു. Then second one G into M1 M2 by R. ഏതാണ് രണ്ടാമത്തേത്? R21 യൂണിറ്റ് വെക്ടർ 21 പ്ലസ് നെക്സ്റ്റ് വൺ G ഇൻറ്റു M1 M2 by R. ഏതാണ്? 31 യൂണിറ്റ് വെക്ടർ 31 പ്ലസ് G ഇൻറ്റു M1. No, this is 4. ഇത് എത്രയാണ് വരുന്നത്? This is 2. Okay, this is 3. Up to this is correct. 3. And this is M1 M5 divided by R51 into unit vector 51. ഇങ്ങനെ നമുക്ക് എത്ര പാർട്ടിക്കിളാണോ ആ സിസ്റ്റത്തിലുള്ളത്, ഇതിനെ നമ്മളൊരു സിസ്റ്റം എന്ന് പറയാം, ഒരു സിസ്റ്റത്തിലുള്ളത്, ആ പാർട്ടിക്കിൾസ് എല്ലാം എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് അതായിരിക്കും നമ്മുടെ എന്ത്? the force, the total or net force acting on that particular object. അപ്പം ഇത് നമ്മൾ പറയുന്നത് ഈ റൂള് അല്ലെങ്കിൽ ഇത് പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന റൂളാണ് what? Rule which is called principle of superposition. So according to principle of superposition, what is the net force acting on an object is equal to sum of the individual forces. ഓരോ ഫോഴ്സും ആക്ട് ചെയ്യുന്നതിൻ്റെ സമ്മായിരിക്കും എന്തെന്ന് പറയുന്നത്? ദ ഫോഴ്സ് വിച്ച് ഈസ് ആക്ടിങ് ഓൺ അവർ ഒബ്ജെക്റ്റ്, ദിസ് ഒബ്ജെക്റ്റ് M1. ഓക്കെ, ഇതേപോലെ തന്നെ ഇനി M4 എടുക്കുകയാണെങ്കിലോ ദ ഫോഴ്സ് ആക്ടിങ് ബൈ M1 M2 M3 M5 ഇതെല്ലാം ഇതിന് ആക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ M2ൻ്റെ എടുക്കുകയാണെങ്കിലോ M4 കൊണ്ടും M1 കൊണ്ടും M3 കൊണ്ടും M5 കൊണ്ടും ആക്ട് ചെയ്യുന്നതായിരിക്കും. അത്തരത്തിൽ നമുക്ക് ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും എന്ത് കാണാൻ പറ്റും? ഫോഴ്സ് ആക്ടിങ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഒബ്ജെക്റ്റ് കാണാൻ വേണ്ടി പറ്റും. സോ അതിന് സഹായിക്കുന്ന റൂളാണ് എന്ത്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. അപ്പം ഈ ഭാഗത്ത് നിന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ സാധാരണ ചോദിക്കാറുള്ളത് ഒന്ന്, വാട്ട് ഇസ് ദ വെക്റ്റർ ഫോം ഓഫ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? കാരണം ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. സോ വെക്റ്റർ ഫോം ഓഫ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ആണ് സാധാരണ ചോദിക്കാറുള്ളത്. സിമിലർലി സെക്കൻഡ് വൺ ഇസ് വാട്ട്? ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് by using system of particles. Gravitational force ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉണ്ടാവുക എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ റൂൾ ഉപയോഗിക്കുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്.
ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് കാവൻഡിഷ് എങ്ങനെയാണ് ജി കണ്ടെത്തിയതെന്ന് നോക്കാം. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കാവൻഡിഷ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ജി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ കണ്ടെത്തിയത്. സോ ഹൗ ഹി ഫൈൻഡ് ദിസ് വാല്യൂ ജി? ഓക്കെ, സോ വി ക്യാൻ go with that. So Cavendish experiment എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ വെരി സിമ്പിൾ എക്സ്പെരിമെൻറ്റ്. വിൽ കൺസിഡർ ഒരു ചെറിയ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ്, അതായത് 2 പാർട്ടിക്കിൾ ഉണ്ട്. ഓക്കെ, ഇത് വിച്ച് ഈസ് കണക്റ്റഡ് വിത്ത് എ വെരി തിൻ റോഡ്, ഒരു ചെറിയ റോഡായിട്ട് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. 2 പാർട്ടിക്കിൾ ഉണ്ട്, അതൊരു ചെറിയ റോഡായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ് ആൻഡ് ഇറ്റ് ഈസ് സസ്പെൻഡഡ് ഫ്രീലി. അത് ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഒരു സ്ട്രിങ്ങിൻ്റെ മുകളിൽ. ഇങ്ങനെ ഇറ്റ് ഈസ് ഫ്രീലി മൂവബിൾ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. ദിസ് ഈസ് വാട്ട് ദ ഫസ്റ്റ് സിസ്റ്റം ഓർ തിങ്സ് വിച്ച് വി നീഡ് ടു എക്സ്പ്ലെയിൻ കാവൻഡിഷ് എക്സ്പെരിമെൻറ്റ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ്, ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ, അതിനെ കണക്ട് ചെയ്തിട്ട് വളരെ തിന്നായിട്ടുള്ളൊരു സ്ട്രിങ്, ദെൻ അത് ഫ്രീ ടു മൂവ്, അത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. Okay, next one we have another one system of particle, that means 2 particle are there. ഇവിടെ മറ്റൊരു സിസ്റ്റം ഉണ്ട്. ഇറ്റ്സ് സം മോർ ബിഗ് ഒബ്ജക്റ്റ്, വലിയ 2 ഒബ്ജക്റ്റ്, സെയിം സൈസുള്ള വലിയ 2 ഒബ്ജക്റ്റ്. ഓക്കെ, imagine this is a big one, same size. Okay, so idum free to move and which is suspended here, connected here. അപ്പോൾ 2 രീതിയിൽ 2 പാർട്ടിക്കിൾസ് നമ്മൾ 2 സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് കൊണ്ട്, ദിസ് ഇസ് 1 സിസ്റ്റം, ദിസ് ഇസ് സെക്കൻഡ് സിസ്റ്റം വിച്ച് ഇസ് കണക്റ്റഡ് വിത്ത് സ്ട്രിങ് ഹാവിങ് ലെങ്ത്, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത സെയിം ലെങ്ത് തന്നെ ആക്കാം, L length ഉള്ള സിസ്റ്റം. ആൻഡ് ദ മാസ് ഓഫ് ദിസ് ഒബ്ജക്റ്റ്, സപ്പോസ് ദിസ് ഇസ് M1, ദിസ് ഇസ് M2, ദിസ് ഇസ് സ്മോൾ ലെറ്റർ M1 dash and this is M2 dash. Okay, now how he find this? Our aim is to find G എന്ന് പറയുന്ന വാല്യൂ കണ്ടെത്തണം, അതാണ് നമ്മുടെ എയിം. നോട്ട് അവർ എയിം, ഇറ്റ് ഈസ് ആക്ച്വലി ഡൺ ബൈ കാവൻഡിഷ്. ഓക്കെ, സോ കാവൻഡിഷ് എങ്ങനെയാണ് ഇത് എക്സ്പെരിമെൻറ്റ് ചെയ്തത് നോക്കാം. സപ്പോസ് ദിസ് ഡിസ്റ്റൻസ് ഫ്രം ദിസ് സിസ്റ്റം ഇസ് R1, suppose, and this is also R1, and we can call it as R1 or R2, whatever. R1 same, we can call it as R1. We'll take only one. ഓക്കെ, സോ അപ്പം ഇനി എങ്ങനെയാണ് ഇത് ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത് നോക്കാം. വി ഹാവ് എ ലാർജ് ഓർ വലിയൊരു 2 ഒബ്ജക്റ്റ് ഉണ്ട് വിച്ച് ഇസ് കണക്റ്റഡ് വിത്ത് എ സ്ട്രിങ് ആൻഡ് വിച്ച് ഇസ് ഫ്രീ ടു മൂവ്. സിമിലർലി വി ഹാവ് എ സ്മോൾ particle system, 2 ചെറിയ പാർട്ടിക്കിളും ഉണ്ട്, മീൻസ് ഒബ്ജക്റ്റും ഉണ്ട്, ഹാവിങ് മാസ് M1 and M1 dash, and that is separated by L. This also separated by L. Okay, according to universal law of gravitation പ്രകാരം നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റ് 2 ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, റൈറ്റ്? ഇത് ചെറുതാണ്, ഇത് വലുതാണ്. സോ ഡ്യൂ ടു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അക്കോർഡിംഗ് ടു യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇവിടെ നടക്കും. ദാറ്റ് മീൻസ് ഈ ചെറിയ പാർട്ടിക്കിൾ ഈ വലിയ പാർട്ടിക്കിളിലേക്ക് അട്രാക്ട് ചെയ്യും. അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിന് നമ്മൾ കണ്ടതാണ്. വാട്ട് ഇസ് ദാറ്റ് ഫോഴ്സ് എക്സേർട്ടഡ് ബൈ, നമുക്കറിയാം ഈ ഫോഴ്സ് M2 M1ലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. സോ ഇറ്റ് വിൽ മൂവ് ഇൻ ടു ദാറ്റ് ഡയറക്ഷൻ. So we can call it as F21 or F12, whatever, according to your wish you can take. So no problem, because I just wanted to know the magnitude, because we are going to find G എന്ന് പറയുന്ന വാല്യൂ ഒരു മാഗ്നിറ്റ്യൂഡ് നമ്പർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഏത് ഡയറക്ഷൻ എടുക്കുന്നു എന്നുള്ളതിൽ കാര്യമില്ല. സോ we can call it as F21, whatever. Okay, so F21 is equal to 2ന്റെയും മാസ് ഏതൊക്കെയാണ്? M1 M2, പിന്നെ ഒരാൾ വേണ്ട G into M1 into M2 by R1 square. ഇതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ, സോ വാട്ട് ഈസ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദ 2 ഒബ്ജക്റ്റ് ഇസ് ദിസ് വൺ. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇനി നമ്മൾ മറ്റൊരു രീതിയിൽ ഇതിനെ പഠിക്കുകയാണെങ്കിൽ, ഡ്യൂ ടു ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദിസ് 2, ഇത് 2 തമ്മിലൊരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുന്നത് കൊണ്ട് ഇത് അങ്ങോട്ട് മൂവ് ചെയ്യും. സോ ദർ വിൽ ബി എ ചേഞ്ച് ഇൻ ആംഗിൾ തീറ്റ. ഓക്കെ, ആൻഡ് റൊട്ടേഷൻ മോഷൻ ആണ്. അപ്പോൾ അവിടെ ഒരു ടോർഷൻ ഉണ്ടാവും. നിങ്ങൾ പഠിച്ചിട്ടില്ല എങ്കിൽ വരുന്ന ക്ലാസ്സുകളിൽ 11th നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഫോഴ്സ് ആക്ടിങ് ഓൺ മീൻസ് ഇറ്റ് ഈസ് ലാസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചതാണ്. ദാറ്റ് മീൻസ് റിജിഡ് ബോഡി റൊട്ടേഷനിൽ നിങ്ങൾ കണ്ടതാണ് ടോർക്ക് എന്താണെന്നുള്ളത്, ടോർഷൻ എന്താണ്, ടോർക്ക് എന്താണ്, ദെൻ ആംഗുലാർ മൂവ്മെൻറ്റ് എന്താണെന്നൊക്കെ ഉള്ളത്. ദാറ്റ് മീൻസ് റൊട്ടേഷനിൽ ഉണ്ടാകുന്ന ഫോഴ്സിന് പറയുന്ന പേരാണ്
ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ടോർക്കിൻ കൊണ്ടുണ്ടാകുന്ന എഫക്റ്റ്, ആ ഫോഴ്സിന് പറയുന്ന പേരാണ് ടോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ നമുക്കിവിടെ ടോർക്ക് എത്രയാണെന്ന് നോക്കാം. സോ വാട്ട് ഫോഴ്സ് എക്സേർട്ടഡ് ഓർ ടോർഷൻ വിച്ച് ഇസ് എക്സ്പീരിയൻസ്ഡ് ഹിയർ ഇസ് ഡ്യൂ ടു ദിസ് തീറ്റ ആംഗിൾ. തീറ്റ ആംഗിൾ ഉണ്ട്. തീറ്റ ആംഗിളിൽ ഒരു ഫോഴ്സ് ടോ എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഇസ് ടോർഷൻ. സോ ടോർഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ടോ തീറ്റ, ഫോഴ്സ് ഇൻറ്റു തീറ്റ, ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമ്മൾ സാധാരണ ആക്സലറേഷൻ എന്ന് പറയുന്നത്. സോ ആക്ച്വലി ഇറ്റ് ഈസ് ദാറ്റ് സെയിം എഫക്റ്റ് ഇൻ ദ റൊട്ടേഷൻ. റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ടോർഷൻ, ദാറ്റ് ഈസ് ടോർക്ക് ഇൻറ്റു ഫോഴ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും ഈ ടോർക്ക് ഇൻറ്റു ഫോഴ്സ് എന്ന് പറയുന്നത് മീൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. ഫോഴ്സ് മീൻസ് ഫോഴ്സ് ഇൻറ്റു സം ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ അതേപോലെ തന്നെ എഴുതാൻ വേണ്ടി പറ്റും. ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മളെ കയ്യിലുണ്ട്, എഫ് ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് എഫ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഡിസ്റ്റൻസ് ഇസ് എൽ, റൈറ്റ്. അപ്പോൾ നമുക്ക് ഇതിനെ ഈക്വൽ ടു this we can write it as, which is equal to what is torque, force into perpendicular displacement into theta എന്ന് എഴുതാം. That means G into m1 m2 by r1 square, this is force, into displacement, that means distance, L into theta. Okay, ഇനി നമുക്ക് കാണാലോ how we can find torque, because almost all the things which we have here is known. That means നമുക്കറിയാം എല്ലാ സംഗതികളും. ഇവിടെ ഈ ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാം, ടോ. ദെൻ തീറ്റ, ആംഗിൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ഫോഴ്സ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, ദെൻ ലെങ്ത് നമുക്കറിയാം, m1 m2 r1 എല്ലാം നമുക്കറിയാം. സോ വാട്ട് ഈസ് അൺനോൺ ഹിയർ, ദറ്റ് ഈസ് G. G എന്ന് പറയുന്നതാണ് അൺനോൺ. സോ വി ക്യാൻ ഫൈൻഡ് വാട്ട് ഇസ് G, റൈറ്റ്. സോ G ഈസ് ഈക്വൽ ടു, ഇതിങ്ങോട്ട് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോ ഇൻറ്റു r1 സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇൻറ്റു എൽ ഡിവൈഡഡ് ബൈ m1 m2. ഓക്കെ, സോ ഇത്തരത്തിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും, ജിയുടെ വാല്യൂ കാണാൻ പറ്റും. ഇതിലൂടെയാണ് അദ്ദേഹം ജിയുടെ വാല്യൂ കണ്ടെത്തിയത്, ദാറ്റ് ഇസ് 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം ⁻². I think it's clear. Okay, so അപ്പോൾ നമ്മൾ എന്താ ഇവിടെ ചെയ്തത്, ഇറ്റ്സ് എ വെരി സിമ്പിൾ. ഹൗ വി ക്യാൻ ഫൈൻഡ് വാല്യൂ ഓഫ് ജി. സോ അതിന് നമ്മൾ എടുത്തത് രണ്ട് സിസ്റ്റം എടുത്തു. വൺ വിച്ച് ഈസ് എ ലാർജ് പാർട്ടിക്കിൾ സിസ്റ്റം അല്ലെങ്കിൽ ഒബ്ജക്ട് സിസ്റ്റം, ദെൻ എ സ്മോൾ സിസ്റ്റം. സോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വിൽ ബി ദെയർ. അപ്പം രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. സോ ദർ വിൽ ബി എ ട്വിസ്റ്റിംഗ് വിൽ ടേക്സ് പ്ലേസ്, ട്വിസ്റ്റിംഗ്, ടോർഷൻ വിൽ ബി ദെയർ ആൻഡ് ട്വിസ്റ്റിംഗ് വിൽ ബി ദെയർ വിത്ത് ആൻ ആംഗിൾ തീറ്റ. തീറ്റ ആംഗിളിൽ ആർ ഡിസ്പ്ലേസ്മെൻറ്റിൽ ഒരു മൂവ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. സോ ദാറ്റ് മൂവ്മെൻറ്റ് ഓർ ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ടേക്ക് ആസ് ഫോഴ്സ് ഇൻറ്റു ടോർക്ക്, ദാറ്റ് മീൻസ് ടോർക്ക് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ദാറ്റ് പർട്ടിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ്, ദെൻ ഇക്വേറ്റഡ് യു വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, ഇത്തരത്തിലാണ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് മാസ് എത്രയാണെന്നുള്ളതിനനുസരിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും, ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. I think it's clear. Okay, this is what our second part. So the next class will start with acceleration due to gravity. Till then, take care. Bye bye.